നാം ഇതുവരെയും പ്രാണം വെടിയാതിരുന്നത്. അഥവാ ജ്യേഷ്ഠൻ നമ്മുടെ പുത്രനെയും നമ്മുടെ മുന്നിൽ വെച്ച് വധിക്കുകയാണെങ്കിൽ നമുക്കിനി ജീവിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല. തീർച്ചയായും നാം ജീവിച്ചിരിക്കുകയില്ല. നാം നമ്മുടെ പ്രാണം വെടിയുന്നതായിരിക്കും. പൂർണ്ണ വിശ്വാസമുണ്ട് ദേവകി. സമസ്ത വിശ്വത്തിന്റെയും ഉന്നതിക്ക് വേണ്ടി തീർച്ചയായും നമ്മുടെ അഷ്ടമപുത്രൻ ജന്മമെടുക്കുന്നു. ഇപ്രാവശ്യം കംസൻ അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല. ഈശ്വര നിശ്ചയത്തെ മിഥ്യയാക്കുവാനുള്ള ശക്തിയൊന്നും കംസൻ ഉണ്ടാവുകയില്ല ദേവകി. ഇപ്പോഴെല്ലാമാണ് മനുഷ്യർ ധർമ്മത്തിന്റെ മർമ്മം വിസ്മരിക്കുന്നത്. എപ്പോഴെല്ലാമാണ് അവരുടെ മനസ്സിൽ നിന്ന് ഉത്തമ ഭാവനകളുടെ നാശം സംഭവിക്കുന്നത്. അപ്പോഴെല്ലാം നാം പുതിയ അവതാരത്തിൽ ജന്മമെടുക്കാം. ഇന്ന് വീണ്ടും നമുക്ക് അവതാരമെടുക്കുവാനായുള്ള സമയം നമ്മുടെ സമക്ഷം വന്ന് ചേർന്നിരിക്കുകയാണ്. ഈ ശുഭകരമായ സമയത്ത് നാം അവിടുത്തെ ഗർഭത്തിലേക്ക് സകല ഗുണങ്ങളോടും കൂടി പ്രവേശിക്കുവാൻ പോവുകയാണ്. നമ്മെ അവിടുത്തെ പുത്രന്റെ രൂപത്തിൽ സ്വീകരിച്ചാലും മാതിരി. യാദവ കുലത്തിന്റെ ശത്രുവായ കംസ, നീ ക്രൂരതയുടെ പരിധി ലംഘിച്ചിരിക്കുന്നു. ചന്ദ്രന് ഗ്രഹണം ബാധിക്കാറുണ്ട്. എന്നാൽ പരിമിതമായ ആയുസ് മാത്രമേ ആ ഗ്രഹണത്തിനുണ്ടാവുകയുള്ളൂ എന്ന കാര്യം നീ വിസ്മരിക്കരുത്. നിന്റെ ആയുസ്സും ശീഘ്രം തന്നെ നശിക്കുന്നതാണ്. നിനക്ക് ശിക്ഷ വിധിക്കുവാൻ പോകുന്ന ബാലകൻ ഇപ്പോഴും സുരക്ഷിതനാണ്. സമയം ആഗതമാകുമ്പോൾ തീർച്ചയായും അവൻ നിന്നെ വധിക്കുന്നതാണ്.